പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിലെ 23-ാം ദിവസമായ മാർച്ച് 10-ാം തീയതി ചൊവ്വാഴ്ചയിലെ തിരുവചന ചിന്തകളിലേക്ക് സ്നേഹപൂർവ്വം എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 33 മുതൽ 41 വരെ വാക്യങ്ങളിൽ വിവരിക്കുന്ന തിരുവചന ഭാഗമാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയം. കണ്ണിൻ്റെ നല്ല ഉപയോഗത്തെക്കുറിച്ച് ഈശോ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. 33-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല, മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. ഓരോന്നും ഇരിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്, ചില സ്ഥാനങ്ങളുണ്ട്. അവിടെ ഇരുന്നില്ലെങ്കിൽ അത് ആ കാര്യങ്ങൾക്കും അതിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉപകാരമില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും ഉപദ്രവമാവുകയും ചെയ്യും. വിളക്കിൻ്റെ ജോലി പ്രകാശം നൽകുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അതൊരു ഉയർന്ന സ്ഥലത്ത് കയറ്റി വയ്ക്കേണ്ടത് ആവശ്യവുമാണ്. താഴെ ഇരുന്നാൽ എല്ലായിടവും പ്രകാശിച്ച് കാണില്ല, പക്ഷേ കഴിയുന്നത്ര ഉയരത്തിൽ വെക്കുമ്പോൾ എല്ലായിടത്തേക്കും അതിൻ്റെ പ്രകാശം പകരും. വിളക്ക് കത്തിച്ച് താഴെ വെച്ചിരുന്നാൽ അത് പ്രകാശം തരില്ല എന്ന് മാത്രമല്ല, മറ്റ് താഴെയുള്ള വസ്തുക്കളോട് അടുത്തു വരും. ആ വസ്തുക്കൾ ചിലപ്പോൾ ഈ വിളക്കിൽ നിന്ന് തീ പിടിക്കാനിടയാവും. അങ്ങനെ ആ വസ്തുക്കൾ നശിക്കാൻ കാരണമാവും. അതുകൊണ്ട് വിളക്ക് മുകളിൽ തന്നെയാണ് വയ്ക്കേണ്ടത്. തീനാളം താഴേക്ക് വരുന്നത് അപകടമാണ്. ഇത് വിളക്കിന് തന്നെയും അപകടമാണ്, മോശമാണ് താഴേക്ക് വന്നിരിക്കുന്നത്. കാരണം താഴേക്ക് വരുന്നത് അപകടമാണ്. ഇവിടെ തിരുവചനം പറയുന്നു, വിളക്ക് കത്തിച്ച് നിലവറയിലോ പറയുടെ കീഴിലോ ഒന്നുമല്ല വയ്ക്കേണ്ടത്. നിലവറ അടച്ച ഒരു സ്ഥലമാണ്. സാധനങ്ങളും ധാന്യങ്ങളും ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി പണ്ട് കാലങ്ങളിലുള്ളതാണ് നിലവറ. അല്ലെങ്കിൽ വലിയ നിധികൾ സൂക്ഷിച്ചു വയ്ക്കുന്ന സ്ഥലമാണ് നിലവറ. അതുപോലെ പറയുടെ കീഴിൽ ഒരു പറ കമഴ്ത്തി വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുട്ടാണ്, അതിൻ്റെ ഉള്ളിൽ ഓക്സിജൻ ഇല്ല. നിലവറയ്ക്കുള്ളിലും അടച്ചു വെച്ച പറയ്ക്കുള്ളിലും ഒക്കെ ശുദ്ധമായ വായു കടക്കാതെ, ഓക്സിജൻ കടക്കാതെ അതിലൊരു വിളക്ക് കത്തിച്ചു വെച്ചാൽ എത്രയും പെട്ടെന്ന് ഓക്സിജൻ കിട്ടാതെ ആ തീനാളം കെട്ടുപോകാനിടയാവും. അത് വിളക്കിൻ്റെ അന്ത്യവുമാണ്. അതുകൊണ്ട് വിളക്ക് താഴേക്ക് ഇറങ്ങി വന്ന് ഉചിതമല്ലാത്ത സ്ഥലങ്ങളിലിരിക്കുന്നത് ആ വിളക്കിൻ്റെയും അന്ത്യമാണ്. നമ്മുടെ ആത്മീയ ജീവിതവും ഇതുപോലെയാണ്. ഓരോ ക്രിസ്ത്യാനിക്കും, ഓരോ ക്രിസ്തു ശിഷ്യനും ഒരു അന്തസ്സും മഹിമയും മാഹാത്മ്യവും ഉണ്ട്. അത് നമ്മുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും നമ്മൾ കാണിക്കേണ്ടതുമാണ്. അതിൻ്റെ വില കുറഞ്ഞ സംസാരങ്ങളും പെരുമാറ്റങ്ങളും നമ്മളിൽ നിന്ന് വരുമ്പോൾ അത് നമ്മുടെ തന്നെ വില നഷ്ടപ്പെടുത്തുകയും നമ്മൾ ഏത് ആ ഈശോയെ പ്രതിനിധാനം ചെയ്യുന്നു ആ ഈശോയുടെ വില സമൂഹത്തിൽ ഇല്ലാതാകാനും ഇടയാകും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മീയമായ ഔന്നത്യത്തിൻ്റെ കാര്യങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാനായി പരിശ്രമിക്കാം. ഈശോ ഇവിടെ പറയുന്നു, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. വിളക്ക് ഉയർന്ന സ്ഥാനത്ത് വയ്ക്കണമെന്ന് പറഞ്ഞ ഈശോ മനുഷ്യ ശരീരത്തിൽ കണ്ണ് വച്ചിരിക്കുന്നത് ഉയർന്ന സ്ഥാനത്ത് തന്നെയാണ്. മുഖത്ത് ഏറ്റവും മുകളിൽ ഭാഗത്തായി എല്ലാം കാണാവുന്ന ഒരു രീതിയിലാണ് നമ്മുടെ കണ്ണുകൾ ദൈവം സ്ഥാപിച്ചിരിക്കുന്നത്. താഴെയല്ല, കാലിലല്ല, കയ്യിലല്ല, ഏറ്റവും ഉയർന്ന ഒരു സ്ഥലത്താണ്. ഉയർന്ന സ്ഥലത്തിരുന്ന് എല്ലാം ഉന്നതമായ രീതിയിൽ നല്ല വിശുദ്ധിയിലെല്ലാം കാണാൻ ഇടയാവണമെന്നാണ് കണ്ണുകൾ തരുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ആത്മീയതയിൽ താഴുന്ന കാഴ്ചകൾ കണ്ട് തിന്മ പ്രവേശിക്കാൻ അനുവദിച്ചാൽ അത് നമ്മുടെ മഹത്വം, കണ്ണിൻ്റെ മഹത്വം, ശരീരത്തിൻ്റെ മഹത്വം നഷ്ടപ്പെടാനും പാപം ഉള്ളിലേക്ക് പ്രവേശിക്കാനും ഇടയാകും. മോശമായ കാര്യങ്ങൾ കാണാനല്ല, ഉയർന്ന പീഠത്തിലിരിക്കുന്ന വിശുദ്ധ കുർബാന കാണാൻ, ദൈവത്തെ കാണാൻ, നമ്മുടെ ചുറ്റുമുള്ളവരിൽ നോക്കുമ്പോഴും ദൈവത്തെ കാണാൻ, അവരിൽ ദൈവ സാന്നിധ്യം കാണാൻ, അങ്ങനെ ഉന്നതമായ കാഴ്ചകളും ബോധ്യവും ഉൾക്കാഴ്ചകളും ഉണ്ടാവാൻ നമ്മുടെ കണ്ണുകൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കാമെന്ന് ഈശോ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കണ്ണാണ് പാപം കടന്നു വരുന്ന വഴി. ഒരിക്കലും പാപം കടന്നു വരാതിരിക്കാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നേരെ നമ്മുടെ കണ്ണുകൾ അടച്ചും ആ പാപത്തെ എതിർത്ത് വേണ്ട എന്ന് വെച്ച് നല്ല കാര്യങ്ങളിലേക്ക്, ദൈവിക കാര്യങ്ങളിലേക്ക്, ചുറ്റുമുള്ളവരുടെ ദൈവ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കാനും എപ്പോഴും ഉന്നതമായ കാഴ്ചകൾ കാണാനും നമ്മുടെ കണ്ണാകുന്ന വിളക്കിനും സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ ജീവിതത്തെയും മനസ്സിനെയും ശരീരത്തെയും എപ്പോഴും വിശുദ്ധിയിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.